ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ നമ്മൾ ഈ ടെലിസ്കോപ്പിൽ കൂടെ നോക്കുമ്പോഴായിരിക്കും നമുക്ക് പലതിൻ്റെയൊക്കെ ഉത്തരം കിട്ടുക. അപ്പം ഓർത്ത് വെച്ചേക്കാം, ഇന്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പാണ് കേട്ടോ ഉത്തരാഖണ്ഡ്. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമമായിട്ടുള്ള ഊര് നിലവിൽ വന്നിട്ടുള്ളത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് കേട്ടോ. വയനാട് പൂക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമമായിട്ടുള്ള ഊര് എവിടെയാണ്? വയനാട്, പൂക്കോട്. അടുത്ത പോയിന്റ്, കേരള SC/ST പിന്നോക്ക ക്ഷേമം ദേവസ്വം പാർലമെന്ററി അഫയേഴ്സ് വകുപ്പ് മന്ത്രി ആരാണ്? കെ രാധാകൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ ഈ പിന്നോക്കം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമുക്ക് കൃഷ്ണൻ രാധയുടെ പിന്നിലായിരുന്നില്ലേ, പുറകിൽ നടക്കുമായിരുന്നല്ലോ, അങ്ങനെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ദേവസ്വം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൃഷ്ണനായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. SC/ST പിന്നോക്ക ക്ഷേമം ദേവസ്വം പാർലമെന്ററി അഫയേഴ്സ് വകുപ്പ് മന്ത്രി ആരാണ്? കെ രാധാകൃഷ്ണനാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാ? സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം, പാലക്കാടാണ്. പാലക്കാട് അല്ലേ. ഏറ്റവും കുറവ് വെച്ചിട്ട് തന്നെയാണ് പത്തനംതിട്ട. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്, ഏറ്റവും കുറവ് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയാണ്. അതുപോലെ തന്നെ ലോക ക്ഷീരദിനം എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂൺ 1-നാണ് കേട്ടോ. അതും കൂടെ അറിഞ്ഞിരിക്കുക, ജൂൺ 1-നാണ് ലോക ക്ഷീരദിനം. അപ്പോൾ നമ്മുടെ ഈ ജൂൺ മാസം എന്നൊക്കെ പറയുമ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന മാസമാണ്. അപ്പോൾ ജൂൺ 1-ന് തുടക്കം തന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ജൂൺ 1 ലോക ക്ഷീരദിനമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് പാലക്കാടാണ്. പലതരത്തിലുള്ള നെല്ല് അല്ലെങ്കിൽ പലതരത്തിലുള്ള അരി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അടുത്ത പോയിന്റ് നോക്കാം, സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? C-Space ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള OTT പ്ലാറ്റ്ഫോം, OTT എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോം അല്ലേ. അപ്പോൾ രാജ്യത്തെ സർക്കാർ ഉടമസ്ഥയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ OTT പ്ലാറ്റ്ഫോം ആണ് ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. C-Space. എന്താണ് C-Space? അടുത്ത പോയിന്റ്, ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന കഞ്ചാവ് നിയമവിധേയമാക്കിയിട്ടുള്ള ആദ്യ ഏഷ്യൻ രാജ്യം ഏതാ? തായ്ലാൻഡ് ആണ് കേട്ടോ. ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന കഞ്ചാവ് നിയമവിധേയമാക്കിയിട്ടുള്ള ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് തായ്ലാൻഡ്. അപ്പോൾ കഞ്ചാവിൻ്റെ ഒക്കെ തൈ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. തായ്ലാൻഡ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം, രാജ്യാന്തര തലത്തിൽ ഗവേഷണ റാങ്കിംഗ് രംഗത്ത് അറിയപ്പെടുന്ന AD സയന്റിഫിക് ഇൻഡെക്സ് കേരളത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് സാബു തോമസ് ആണ്. അപ്പോൾ സാബു തോമസ് എന്ന് പറയുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാബു തോമസ് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ MG യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴല്ലോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലേ. അപ്പോൾ മഹാത്മാഗാന്ധി ഒരു സാധുവാണ് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, സാബു കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ രാജ്യാന്തര ഗവേഷണ റാങ്കിംഗ് രംഗത്ത് അറിയപ്പെടുന്ന AD സയന്റിഫിക് ഇൻഡെക്സിൽ കേരളത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന് 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് സാബു തോമസ്. 4-ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ഹരിയാനയാണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 4-ാമത്തെ ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ആനയ്ക്ക് 4 കാലാണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം, ഹരിയാന. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ആരംഭിച്ചിട്ടുള്ള പുതിയ ട്രെയിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മിതാലി എക്സ്പ്രസ് ആണ് കേട്ടോ. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ആരംഭിച്ചിട്ടുള്ള പുതിയ ട്രെയിൻ ഏതാണ്? മിതാലി എക്സ്പ്രസ്. അടുത്ത പോയിന്റ് നോക്കാം, നിലവിൽ 15-ാം നിയമസഭയിലെ വനിതകളുടെ എണ്ണം 12 ആണ് കേട്ടോ. എത്രയാണ്? 12 ആണ്. അപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് വിജയിച്ചു, അതിനുശേഷമാണ് 12 ആയിട്ടുള്ളത്. അപ്പോൾ കേരള നിയമസഭയിൽ അംഗമാകുന്ന 52-ാമത്തെ വനിതയാണ് ഉമാ തോമസ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. 52-ാമത്തെ വനിതയാണ് ഉമാ തോമസ്. ഓക്കെ. അടുത്ത പോയിന്റ്, ജാതി സെൻസസ് നടത്തുന്നതിനായിട്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയിട്ടുള്ള സംസ്ഥാനം ബീഹാർ ആണ്. ഓക്കെ, ജാതി സെൻസസ് നടത്തുന്നതിനായിട്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയുള്ള സംസ്ഥാനമാണ് ബീഹാർ. ഭീകരമായിട്ടുള്ള ജാതി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ, ഭീകരമായിട്ടുള്ള ജാതി. ഓക്കെ. അടുത്ത പോയിന്റ്, 2022 ജൂണിൽ അന്തരിച്ചിട്ടുള്ള ഭജൻ സോപാരി ഏത് വാദ്യോപകരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തൂർ ആണ്. സന്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള വാദ്യോപകരണമാണ് കേട്ടോ. 2022 ജൂണിൽ അന്തരിച്ചിട്ടുള്ള ഭജൻ സോപാരി എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് ഈ സന്തൂർ സോപ്പ് കണക്ട് ചെയ്തുകൂടെ? സന്തൂർ എന്ന് പറയുന്ന ഒരു സോപ്പ് അല്ലേ. അപ്പം നമുക്ക് സോപ്പാരി, ഭജൻ സോപാരി. ഓക്കെ. അടുത്ത പോയിന്റ് നോക്കാം, 2022 44-ാമത്തെ ചെസ് ഒളിമ്പ്യാഡിന്റെ വെന്യൂ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എവിടെയാണ്? ചെന്നൈ ആണ് അല്ലേ. അപ്പോൾ അതിന്റെ ഒഫീഷ്യൽ മാസ്കോട്ട് എന്ന് പറയുന്നത് തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുതിരയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓർത്ത് വെച്ചേക്കുക, 2022 44-ാമത്തെ ചെസ് ഒളിമ്പ്യാഡിന്റെ വെന്യൂ എവിടെയാണ്? ചെന്നൈ അല്ലെ. ചെസ് കളിക്കാൻ അങ്ങോട്ട് ചെന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്തിരുന്നു. അടുത്ത പോയിന്റ്, സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കുന്ന ആദ്യ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം നിർമ്മിക്കുന്ന ആദ്യ രാജ്യമാണ് ചൈന. ഇനി ചൈന സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേരാണ് ടിയാങ്കോങ് കേട്ടോ. ചൈന സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടിയാങ്കോങ്.
അതുപോലെ തന്നെ ബഹിരാകാശ വിജയത്തിലേക്കുള്ള സംഘത്തെ അയച്ച പേടകം, അതിൻ്റെ പേടകം ചോദിക്കുകയാണെങ്കിൽ ഷിൻസോ 14 കേട്ടോ. ഷിൻസോ 14. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം നിർമ്മിക്കുന്ന ആദ്യ രാജ്യമാണ് ചൈന. ടിയാങ്കോങ് എന്തായിരുന്നു? ചൈന സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയമാണ് കേട്ടോ. നിലയമാണ് ടിയാങ്കോങ്. ഷിയാൻസോ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിൻ്റെ അയച്ച പേടകമാണ് ഷിയാൻസോ 14. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത 2 പോയിന്റ് ഒരുമിച്ച് പഠിക്കാം. രാജ്യത്തെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ്, സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് സ്ഥാപിതമായിട്ടുള്ളത് നെടുങ്കണ്ടം ആമപ്പാറയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക, ഇന്ത്യയിൽ ആദ്യത്തെ വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ പ്ലാന്റ് സ്ഥാപിതമായിട്ടുള്ളത് ജയ്സാൽമീർ ആണ് കേട്ടോ. രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയിട്ടുള്ളത് ഒറ്റപ്പാലമാണ്. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയിട്ടുള്ളത് ഒറ്റപ്പാലം. രാജ്യത്തെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നെടുങ്കണ്ടം. ഇന്ത്യയിൽ ആദ്യത്തെ വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ പ്ലാന്റ് സ്ഥാപിതമായിട്ടുള്ളത് ജയ്സാൽമീർ, രാജസ്ഥാൻ. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാനത്ത് ആദ്യമായിട്ട് മുഴുവൻ വീടുകളിലും സോളാർ വിൻഡ് ഹൈബ്രിഡ് ഊർജ്ജ സ്രോതസ് ഉപയോഗിച്ച് വൈദ്യുതീകരിച്ചിട്ടുള്ള ആദിവാസി കോളനിയാണ് ചോദിച്ചിട്ടുള്ളത്. ആദിവാസി കോളനി ഏതാണ്? മേപ്പടിയിലെ വേലപ്പൻകണ്ടിയാണ് കേട്ടോ. മേപ്പടിയിലെ വേലപ്പൻകണ്ടി ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ്, ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു പെൻഡുലം. ഓക്കെ, നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കുമാരനായിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ സ്കൂളിലൊക്കെ ചെയ്യുക അല്ലെ. അപ്പോൾ പെൻഡുലൊക്കെ വെച്ചുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ജീവിതം ഒരു പെൻഡുലം. അടുത്ത പോയിന്റ് നോക്കാം. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് വികസിപ്പിച്ച അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പരം ആനന്ദാണ് കേട്ടോ. ഏതാണ്? പരമാനന്ദ്. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് വികസിപ്പിച്ച അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറാണ് പരമാനന്ദ്. എന്താ ഈ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മിഷനാണ് ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. അതായത് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ഒക്കെ എഫിഷ്യൻസി അതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മിഷനാണ് ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഓക്കെ, അപ്പോൾ 73 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഡിസൈൻ ചെയ്യുക. അതുപോലെ തന്നെ 3 ഘട്ടങ്ങളാണ് ഈ മിഷന് കീഴിലുള്ളത്. അപ്പോൾ ഇത് 2ാം ഘട്ടമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് പരം 8000 എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 8000. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സിഡാക് ആണ് കേട്ടോ. സിഡാക് ആണ്. ഓക്കെ, സിഡാക് എന്ന് പറഞ്ഞാൽ എന്താ? സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ വർഷം ചോദിക്കുകയാണെങ്കിൽ പരം 8000 ഡെവലപ്പ് ചെയ്തിട്ടുള്ള വർഷം ചോദിക്കുകയാണെങ്കിൽ 1991 ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ പരമാനന്ദ് മറക്കണ്ട. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് വികസിപ്പിച്ച അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറാണ് പരമാനന്ദ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വേറൊരു പോയിന്റാണ് 2022 മെയ്യിൽ നിലവിൽ വന്നിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫ്രോണ്ടിയർ കേട്ടോ. അപ്പം മുമ്പ് ജപ്പാന്റെ ഫുഗാക്കു ആയിരുന്നു, പക്ഷെ ഇപ്പം അത് മാറിയിട്ട് ഫ്രോണ്ടിയർ ആയി, USA ഫ്രോണ്ടിയർ ആയി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. സായുധ സേനകൾക്ക് 4 വർഷത്തേക്ക് നിയമനം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അഗ്നിപഥ്. ഓർത്തു വെച്ചേക്കുക, സായുധ സേനകൾക്ക് 4 വർഷത്തേക്ക് നിയമനം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അഗ്നിപഥ്. പഠിച്ചു വെച്ചേക്കുക, അഗ്നിപഥ്. അടുത്ത പോയിന്റ്, മനുഷ്യാവകാശ പ്രവർത്തനത്തിനുള്ള നൊബേൽ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര മാർട്ടിൻ എനൽസ് പുരസ്കാരം നേടിയത് ഫാദർ സ്റ്റാൻ സ്വാമിയാണ് കേട്ടോ. അപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തനത്തിനുള്ള നൊബേൽ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര മാർട്ടിൻ എനൽസ് പുരസ്കാരം നേടിയിട്ടുള്ള ആരാണ്? ഫാദർ സ്റ്റാൻ സ്വാമി. ഫാദർ സ്റ്റാൻ സ്വാമി. അടുത്ത പോയിന്റ് നോക്കാം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 2021 ലഭിച്ചിട്ടുള്ളത് ദിമിത്രി മുറോഡോവിനും അതുപോലെ തന്നെ മരിയ റെസയ്ക്കുമാണ് കേട്ടോ. സമാധാനം നമ്മുടെ പീസാണ്. അപ്പോൾ പീസിന് വേണ്ടിയിട്ടുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ദിമിത്രി മുറോഡോവ്, മരിയ റെസ. അപ്പോൾ സമാധാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മിത്രങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനമായിരിക്കും അല്ലേ, മിത്രങ്ങൾ. അപ്പോൾ ദിമിത്രി മുറോഡോവ് കേട്ടോ. അതേപോലെ തന്നെ മരിയ റെസ, റെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കുറച്ച് സമാധാനം കിട്ടും. റെസ്റ്റ് എന്നാലോചിക്കുക കേട്ടോ. അപ്പോൾ ദിമിത്രി മുറോഡോവിനും അതുപോലെ തന്നെ മരിയ റെസയ്ക്കുമാണ് 2021 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇനി ദിമിത്രി മുറോഡോവ് രാജ്യം ചോദിക്കുകയാണെങ്കിൽ റഷ്യയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിത്രങ്ങളുടെയൊക്കെ ഒരു റഷ് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. ദിമിത്രി മുറോഡോവ് റഷ്യയാണ്. അതുപോലെ തന്നെ മരിയ റെസ എന്ന് പറയുമ്പോൾ റെസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ റെസ്റ്റ് എടുക്കുന്നത് സാധാരണ പയ്യന്മാരാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ,
ഇവിടെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട വേറൊരു പോയിന്റ് ഉണ്ട്. ഉക്രൈനിൽ നിന്ന് പലായനം ചെയ്യുന്ന കുട്ടികളെ സഹായിക്കുന്നതിനായിട്ട് നൊബേൽ സമ്മാനം ലേലത്തിൽ വിറ്റത് ദിമിത്രി മുറോഡോവ് ആണ് കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഉക്രൈനിൽ നിന്ന് പലായനം ചെയ്യുന്ന കുട്ടികളെ സഹായിക്കുന്നതിനായിട്ട് നൊബേൽ സമ്മാനം ലേലത്തിൽ വിറ്റിട്ടുള്ളത് ദിമിത്രി മുറോഡോവ് ആണ് കേട്ടോ. ദിമിത്രി മുറോഡോവ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പോക്സോ കോടതി നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. പോക്സോ കോടതി നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചിയാണ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ ഗ്രേഡ് ലഭിച്ചിട്ടുള്ള കേരളത്തിലെ സർവകലാശാലയാണ് കേരള യൂണിവേഴ്സിറ്റി. ഏത് സർവകലാശാലയാണ്? കേരള യൂണിവേഴ്സിറ്റി. അടുത്ത പോയിന്റ് നോക്കാം. COVID-19 പകർച്ചവ്യാധിയുടെ ഫലമായിട്ട് 8 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കിടയിലുള്ള പഠന വിടവ് നികത്തുന്നതിന് തമിഴ്നാട്ടിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് എന്നും എഴുതും സ്കീം. എന്താണ് എന്നും എഴുതും സ്കീം? കോവിഡൊക്കെ ആയതുകൊണ്ട് 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്ന പഠനത്തിലുണ്ടാവുന്ന ആ ഒരു പ്രോബ്ലം ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് എന്നും എഴുതും സ്കീം കേട്ടോ. ഇനി ഖത്തർ 2022 ഫിഫ ലോകകപ്പിൽ ഒരു ടീമിൽ ഉൾപ്പെടുത്താവുന്ന പരമാവധി താരങ്ങളുടെ എണ്ണം 26 ആണ് കേട്ടോ. 26 ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത പോയിന്റ്, 2022 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താ? ഒൺലി വൺ എർത്ത്, ഒരേ ഒരു ഭൂമി അല്ലെ. ഒൺലി വൺ എർത്ത് ആണ്. അപ്പോൾ ലോക പരിസ്ഥിതി ദിനം എന്നാ? ജൂൺ 5 നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ സന്ദേശമാണ് ഒൺലി വൺ എർത്ത്, ഒരേ ഒരു ഭൂമി. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അതായത് 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സ്വീഡൻ. പരിസ്ഥിതി ദിനം എന്നൊക്കെ പറയുമ്പോൾ, ലോക പരിസ്ഥിതി ദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫുൾ ക്ലീനിങ് ഒക്കെ ആയിരിക്കില്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീടും നമ്മൾ ക്ലീൻ ചെയ്യുന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. വീട്, സ്വീഡൻ. ഓക്കെ. അപ്പോൾ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സ്വീഡൻ. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. പരിസ്ഥിതി മേഖലയിൽ രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന 2022 ലോക പരിസ്ഥിതി മികവ് പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് ഡെൻമാർക്കാണ്. ഓക്കെ. അപ്പോൾ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഡെൻമാർക്കാണ്. പരിസ്ഥിതി മേഖലയിൽ രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന കാര്യമൊക്കെയാണ് അല്ലെ. അപ്പോൾ എന്തായാലും അതിനൊരു മാർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡെൻമാർക്ക് ആലോചിക്കാം. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സ്വീഡൻ. അപ്പോൾ അത് നമ്മുടെ വീട്ടിലാണ് ആതിഥേയത്വം വഹിക്കുന്ന വീട്ടിലാണ് സ്വീഡ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുള്ള വിലയിരുത്തുന്ന കാര്യമാണ് കേട്ടോ. പരിസ്ഥിതി മികവ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഡെൻമാർക്കാണ്. അടുത്ത പോയിന്റ്, പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാ? വൃക്ഷസമൃദ്ധി. ഏതാണ്? വൃക്ഷസമൃദ്ധി. അപ്പോൾ ഇതേപോലെ നമ്മുടെ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളൊക്കെ വെച്ചിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വയം വിവാഹം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ക്ഷമാ ബിന്ദു. സ്വയം വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് സോളോഗമി കേട്ടോ. എന്താണ്? സോളോഗമി. ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതാരാണ്? ക്ഷമാ ബിന്ദു ആണ്. അപ്പോൾ കുറേ എന്താ പറയുക, കല്യാണത്തിനൊക്കെ നോക്കി അവസാനം ക്ഷമയൊക്കെ നഷ്ടപ്പെട്ട് അവസാനം സെൽഫായിട്ട് വിവാഹം ചെയ്യുന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സോളോഗമിയാണ് സോളോഗമി. അടുത്ത പോയിന്റ് നോക്കാം. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ DY ചന്ദ്രചൂഡാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. KSRTCയിലെ ആദ്യ വനിതാ ഇൻസ്പെക്ടർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ KR രോഹിണിയാണ് കേട്ടോ. KSRTCയിലെ ആദ്യ വനിതാ ഇൻസ്പെക്ടറാണ് KR രോഹിണി. അപ്പോൾ KSRTC ആണ്. അപ്പോൾ അതിനകത്തൊക്കെ പോകുന്ന സമയത്ത് വനിതയാണല്ലോ. അപ്പോൾ ഒത്തിരി ഒന്ന് കെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ. KR രോഹിണിയാണ് കേട്ടോ. അടുത്ത പോയിന്റ്, മൃഗങ്ങൾക്കായിട്ട് ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ കോവിഡ് വാക്സിനാണ് അനോകോവാക്സ്. ഓക്കെ. മൃഗങ്ങൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ കോവിഡ് വാക്സിനാണ് അനോകോവാക്സ് കേട്ടോ. അനോകോവാക്സ്. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ആദ്യ സോളാർ ക്രൂയിസർ ബോട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ദ്രയാണ് കേട്ടോ. ഏതാണ്? ഇന്ദ്ര. ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, കേരളത്തിലെ മഹാന്മാർ VP മഹാദേവൻ പിള്ള. മൃഗങ്ങൾക്കായിട്ട് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ കോവിഡ് വാക്സിനാണ് അനോകോവാക്സ്. രാജ്യത്തെ ആദ്യ സോളാർ ക്രൂയിസർ ബോട്ട് ചോദിക്കുകയാണെങ്കിൽ ഇന്ദ്രയാണ്. ഏതാണ്? ഇന്ദ്ര. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിയാങ്ക് കനൂങ്കോ ആണ് കേട്ടോ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് പ്രിയാങ്ക് കനൂങ്കോ. ബാലന്മാരൊക്കെ നമുക്ക് ഭയങ്കര പ്രിയമാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ. പ്രിയാങ്ക് കനൂങ്കോ. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ആദ്യ ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിതമായിട്ടുള്ളത് സൂറത്തിലാണ്. രാജ്യത്തെ ആദ്യത്തെ
ഉരുക്ക് കൊണ്ടുള്ള സ്റ്റീൽ കൊണ്ടുള്ള റോഡ് നിർമ്മിതമായിട്ടുള്ളത് സ്റ്റീൽ എന്ന് പറയുന്ന പോലെ തന്നെ എസ് വെച്ചിട്ട് സൂറത്തിലാണ് കേട്ടോ, ഗുജറാത്തിലെ സൂറത്തിലാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, കൊളംബിയയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഗുസ്താവോ പെഡ്രോ ആണ് കേട്ടോ. കൊളംബിയയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഗുസ്താവോ പെഡ്രോ. അപ്പോൾ നമ്മുടെ പെട്രോളിനൊക്കെ നമുക്ക് ആലോചിക്കാം. നമ്മുടെ പെട്രോളിൻ്റെ ഒക്കെ കാര്യം ഇപ്പോൾ ഇത്തിരി കുളമാണ് എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം അല്ലെ, പൈസ ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ കുളമാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. കൊളംബിയയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഗുസ്താവോ പെഡ്രോ. ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയിട്ടുള്ളത് മാക്സ് വെസ്റ്റപ്പൻ ആണ്. ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ. നൂറി ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണ രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണ കൊറിയ ആണ് കേട്ടോ. നൂറി കൊറിയ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അതിനാണ് ഞാൻ റെഡ് രണ്ടും കൊടുത്തത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിതമായിട്ടുള്ളത് സ്റ്റീല്, സൂറത്ത്. പിന്നെ കൊളംബിയയുടെ പുതിയ പ്രസിഡന്റ് കുളമാവുന്നത്, പെട്രോളിന്റെ കാര്യം കുളമാണ് അല്ലേ, അപ്പം ഗുസ്താവോ പെഡ്രോ. ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയിട്ടുള്ളത് മാക്സ് വെസ്റ്റപ്പൻ. നൂറി ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണ രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണ കൊറിയ ആണ് കേട്ടോ, ദക്ഷിണ കൊറിയ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് NIA, അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അതിൻ്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ദിൻകർ ഗുപ്തയാണ്. ആരാണ്? ദിൻകർ ഗുപ്ത. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യണത് നമ്മൾ ഓരോ ദിനവും നമ്മൾ ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം, ഓരോ ദിനവും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ദിൻകർ ഗുപ്ത. അടുത്ത പോയിന്റ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് സൗജന്യമായിട്ട് കൃത്രിമ പല്ല് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. ഓക്കെ, അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് സൗജന്യമായിട്ട് കൃത്രിമ പല്ല് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. കൃത്രിമ പല്ലാണ്, ചെറിയൊരു മന്ദഹാസം മതി കേട്ടോ, വലിയ ചിരിയൊന്നും വേണ്ട, മന്ദഹാസം. സ്മൈൽ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? റോഡ് ആക്സിഡൻറ്റ്സ്, അപകടങ്ങളിലൊക്കെ പെടുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ പദ്ധതിയാണ് സ്മൈൽ. അപ്പോൾ അതേപോലെ ആക്സിഡന്റ് ഒക്കെ വരുന്ന ആൾക്കാരെ നോക്കിയിട്ട് സ്മൈൽ ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്മൈലും മന്ദഹാസവും തമ്മിൽ മാറിപ്പോണ്ട കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ തപൻ കുമാർ ദേക്ക. ആരാണ്? തപൻ കുമാർ ദേക്ക. ഇന്റലിജൻസ്, നമുക്കിത്തിരി ഇന്റലിജൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യൂ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലേ. തപൻ കുമാർ ദേക്ക. ഓക്കെ, അപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറാണ് തപൻ കുമാർ ദേക്ക. അതേസമയം CBI ഡയറക്ടർ, ഇത് തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. CBI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിൻ്റെ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ സുബോധ് കുമാർ ജയ്സ്വാൾ ആണ്. അപ്പോൾ CBIയിലൊക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം ഒരു ബോധമൊക്കെ വേണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. സുബോധ് കുമാർ ജയ്സ്വാൾ. അപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ, ഇന്റലിജൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി തപസ് ചെയ്യണം. തപൻ കുമാർ ദേക്. അടുത്ത പോയിന്റ് നോക്കാം, ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പാലമായിട്ടുള്ള പത്മ പാലം ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ നമ്മുടെ PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി എവിടെയാണ്? ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ആരാണ്? ഷെയ്ഖ് ഹസീന. പിന്നെ ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് എന്താ? പത്മ എന്നാണ് പറയുന്നത്. ഇത് PYQ ആണ്. ഇതിന്റെ ഒപ്പം തന്നെ ഒന്ന് പഠിച്ചു പോയേക്കാം കേട്ടോ. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പാലമായിട്ടുള്ള പത്മ പാലം ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മയാണ്. അടുത്ത പോയിന്റ് നോക്കാം, കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ, ടാക്സ് ബോർഡ് ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നിതിൻ ഗുപ്തയാണ്. ആരാണ്? നിതിൻ ഗുപ്ത. അപ്പോൾ നമ്മൾ ഈ ടാക്സ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിന്നു കഴിയുമ്പോൾ, ആഹാരമൊക്കെ തിന്നു കഴിയുമ്പോൾ നല്ല ടാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരാറില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം. നിതിൻ ഗുപ്തയാണ് കേട്ടോ, തിന്ന് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ, ടാക്സുമായിട്ട്. ഓക്കെ, അപ്പോൾ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ നിതിൻ ഗുപ്ത. 2022 ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്താണ്. 2022 ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്താണ്. 2015 കേരളത്തിലാണ് അവസാനമായിട്ട് ദേശീയ ഗെയിംസ് നടന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ ടാക്സ് ബോർഡിന്റെ ചെയർമാൻ ആരാ? ടാക്സ് വരുന്നത് നമ്മൾ തിന്നു കഴിയുമ്പോൾ നിതിൻ ഗുപ്ത. അതേപോലെ തന്നെ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നല്ലോ, CBIയുടെ ഡയറക്ടർ ആരാണ്? സുബോധ് അല്ലെ. CBIയിൽ ബോധമുള്ള ആൾക്കാരാണ് എടുക്കുക. അപ്പോൾ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ, ഇന്റലിജൻസ് ആവാൻ വേണ്ടി നമ്മൾ തപസ് ചെയ്യുന്ന ആലോചിക്കുക. അപ്പോൾ തപൻ കുമാർ ദേക്ക. ഓക്കെ, അപ്പോൾ പഠിച്ചൊക്കെ ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മെമ്മറിയിലേക്ക് കയറിക്കോളും. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മറ്റേ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അത് കാണാം. അടുത്ത പോയിന്റ്, ICC റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ കാലം 1ാം സ്ഥാനം എന്ന റെക്കോർഡ് നേടിയിട്ടുള്ളത് ബാബർ അസം ആണ് കേട്ടോ, പാകിസ്ഥാനിലെ. അതറിയായിരിക്കുമല്ലോ, ബാബർ അസം, പാകിസ്ഥാൻ. 2022 ജൂണിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള ആണവശേഷിയുള്ള ഹ്രസ്വദൂര
ബാലിസ്റ്റിക് മിസൈലാണ്. പൃഥ്വി 2 2022 ജൂണിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള ആണവശേഷിയുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി 2 കേട്ടോ. ഏതാണ് പൃഥ്വി. അടുത്ത പോയിന്റ് നോക്കാം. നബാർഡ് കേരള മേഖല ചീഫ് ജനറൽ മാനേജർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജി ഗോപകുമാരനാണ് കേട്ടോ. നബാർഡിന്റെ കേരള മേഖല ചീഫ് ജനറൽ മാനേജർ ആരാണ്? ജി ഗോപകുമാരൻ. അപ്പൊ നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതുകൊണ്ട് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ പറഞ്ഞിട്ടുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അല്ലേ, ഏതാണ്? പൃഥ്വി 2 ആണെന്നുള്ളത് പഠിച്ചു. നബാർഡിന്റെ കേരള മേഖല ചീഫ് ജനറൽ മാനേജർ ആരാണ്? ജി ഗോപകുമാരനാണ്. അടുത്ത യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിത MD ആൻഡ് CEO. യൂണിയൻ ബാങ്ക് ആണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിത MD ആൻഡ് CEO മണിമേഖലയാണ് കേട്ടോ. ആരാണ്? മണിമേഖല. അപ്പോൾ നമ്മളൊരു യൂണിയൻ ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മണിയൊക്കെ ഉണ്ടാക്കാം അല്ലേ. നമ്മൾ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ ഒന്ന് യൂണിയൻ ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാം, മണിയൊക്കെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മണിമേഖലയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ശ്രേഷ്ഠ എന്ന് പറയുന്നത് കേട്ടോ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ശ്രേഷ്ഠ. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് അവരെ ശ്രേഷ്ഠന്മാരൊക്കെ ആക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. ശ്രേഷ്ഠയാണ്. അടുത്ത തോമസ് കപ്പ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നതാണ്. തോമസ് കപ്പ് ബാഡ്മിന്റൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ ആണ് അല്ലേ. അപ്പോൾ തോമസ് കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇന്ത്യയാണ് ജേതാക്കളായിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം സ്കൈ ബ്രിഡ്ജ് ആണ് കേട്ടോ. ചെക്ക് റിപ്പബ്ലിക്കിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്കൈ ബ്രിഡ്ജ് ആണ് കേട്ടോ. സ്കൈ ബ്രിഡ്ജ്. അടുത്ത പോയിന്റ് നോക്കാം. കുടുംബശ്രീയുടെ 25ാം വാർഷികം ആഘോഷിച്ചു. അപ്പോൾ അവിടെ റിലേറ്റ് ചെയ്ത ഒരു പോയിന്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ കുടുംബശ്രീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2022 വേൾഡ് ജൂനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കാരിയായിട്ടുള്ള ഹർഷദ ശാരദ് ഗരുഡ് സ്വർണ്ണ മെഡൽ നേടി കേട്ടോ. അപ്പം ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പിലാണ് ഈ പറഞ്ഞിട്ടുള്ള സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ളത്. 2022 വേൾഡ് ജൂനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കാരിയായിട്ടുള്ളത് ഹർഷദ ശാരദ് ഗരുഡിന് സ്വർണ്ണ മെഡൽ കിട്ടി. ഇതൊക്കെ നമ്മുടെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള പോയിന്റ്സുകളാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായിട്ട് നിയമിതയായിട്ടുള്ള ആരാണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായിട്ട് നിയമിതയായിട്ടുള്ളത് AG ഒലീനയാണ്. ആരാണ്? AG ഒലീന. സാക്ഷരതയാണ്, എഡ്യൂക്കേഷനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ പഠിപ്പിച്ച് ക്ഷീണിച്ചു പോയെന്ന് ആലോചിക്കുക. ലീന, നമ്മൾ ഇംഗ്ലീഷിൽ ലീൻ എന്നൊക്കെ പറയില്ലേ, ക്ഷീണിക്കുക എന്നുള്ളൊരു രീതിയിൽ കേട്ടോ. അപ്പോൾ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാണ്? AG ഒലീന. അവിടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു പോയിന്റ് ആണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിലെ സ്കൂൾ സമ്പ്രദായം എത്രയാ? 5+3+3+4 ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. 5+3+3+4 ആണ്. ഓക്കെ. അടുത്ത പോയിന്റ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ് അല്ലെ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ നമുക്ക് ഭയങ്കര പ്രധാനമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ഓർത്ത് വെക്കാലോ. അപ്പോൾ സാക്ഷരതാ മിഷൻ ആരാണ്? AG ഒലീന. അടുത്ത പോയിന്റ് നോക്കാം. അധ്യാപകർ നിശ്ചിത എണ്ണം കുട്ടികളുടെ മെന്ററായിട്ട് പ്രവർത്തിക്കുന്ന പദ്ധതി ഏതാണ്? സഹിതമാണ് കേട്ടോ. അധ്യാപകർ നിശ്ചിത എണ്ണം കുട്ടികളുടെ മെന്ററായിട്ട് പ്രവർത്തിക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സഹിതമാണ്. കാഴ്ച പരിമിതമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ശബ്ദ പുസ്തക ലൈബ്രറി പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രുതി പാഠം സഹപാഠിക്ക് ഒരു കൈത്താങ്ങ്. കാഴ്ച പരിമിതമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്തായാലും കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ശ്രുതി എന്ന് ആലോചിക്കാമല്ലോ, സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ശ്രുതി പാഠം സഹപാഠിക്ക് ഒരു കൈത്താങ്ങ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പം പോയിന്റ്സ് ഒന്നും കൂടെ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. സഹിതം എന്തായിരുന്നു? അധ്യാപകർ നിശ്ചിത എണ്ണം കുട്ടികളുടെ മെന്ററായിട്ട് പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് സഹിതം അല്ലെ. അധ്യാപകർ സഹിതം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. കാഴ്ച പരിമിതമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ശബ്ദ പുസ്തക ലൈബ്രറിയാണ് ശ്രുതി പാഠം സഹപാഠിക്കൊരു കൈത്താങ്ങ്. പിന്നെ നമ്മുടെ AG ഒലീന സാക്ഷരതാ മിഷൻ ഡയറക്ടറാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ നയത്തിലെ സ്കൂൾ സമ്പ്രദായം 5+3+3+4 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നമ്മൾ PSC ബുള്ളറ്റിനിൽ നിന്നും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇംഗ്ലീഷിൻ്റെ വീഡിയോ അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.